എന്നും എന്നും എങ്ങനെ ഈ ബീച്ചിൽ പോകുന്നത് അല്ലേ? അങ്ങനെ ഞങ്ങൾക്കും അതുപോലെ പിള്ളേർ സെറ്റിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? അതായത് നമ്മുടെ പ്രത്യേകിച്ച് സായാഹ്നങ്ങളൊക്കെ ചെലവഴിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ഉള്ള സ്ഥലം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ കസിൻ റെക്കമെൻഡ് ചെയ്തത് ആർക്കോ. അത് എടച്ചാക്കായി പടന്നയിലുള്ളതാണ് കേട്ടോ. അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കസിൻസൊക്കെ നേരത്തെ ചെന്നിട്ടുണ്ട്. കസിൻ്റെ കുട്ടിയായ ധർമ്മയ്ക്കൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ചായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. ചെന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് വിഭവസമൃദ്ധമായിട്ട് ഇങ്ങനെ സ്നാക്സുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു. നോമ്പുകാലമായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുള്ള സ്നാക്സ് ഒക്കെ അവരിങ്ങനെ വെളിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് കണ്ട ഐറ്റംസ് മാത്രമല്ല, അകത്ത് അതിലേറെ ഗംഭീരമായി ഓരോന്നോരോന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പൈനാപ്പിൾ ഫ്ലേവർ, വാനില ഫ്ലേവർ, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവറിലുള്ള ടീ ഉണ്ട്. ആ കാണുന്നതാണ് റെസ്റ്റോറന്റ്. നമുക്ക് അതിന്റെ മുകളിൽ ബാങ്കറ്റ് ഹാൾ ഉണ്ട്. അവിടെയാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നടത്തിയത്. പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റി ചേട്ടനോട് ഹായ് ഒക്കെ പറഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി. ഇതാണ് അകത്ത് വേറെ സ്കൈ സൈക്ലിങ്ങും സിപ്ലൈനൊക്കെ ഉണ്ട്. അതിന് ഇവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്കൊക്കെ അവധിക്കാലമല്ലേ, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. വാ, ബാക്കിയുള്ളതും കൂടെ കാണാം. പക്ഷികളൊക്കെ കളിപ്പിച്ചെങ്കിലും അടുത്തൊരു സാധനം ഇരിപ്പുണ്ട്. പേടിയായിട്ട് ഒരാൾ നോക്കിയിട്ട് പോലുള്ള. ഞാൻ പിന്നെ ദൂരെ നിന്നെങ്കിലും നോക്കി. കണ്ടോ? ഇതെന്ത് പാമ്പ്? ഇത് വിഷം കളഞ്ഞതായിരിക്കും അല്ലേ? അതായത് ഒരു കുഞ്ഞു സൂ. കൊള്ളാം അല്ലേ? ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങ് ചെല്ലുമ്പോ ഒരു അടിപൊളി സംഭവം ഉണ്ട്. കണ്ടോ? ഇതൊരു സൈക്കിളാണോ മോട്ടോർ സൈക്കിളാണോ അറിയില്ല. നമുക്ക് പോകാൻ അനുമതിയില്ല. ഇവിടെ കണ്ട ഒരു വലിയ ഡ്രാഗൺ. രാത്രിയുടെ ലൈറ്റൊക്കെ ഇട്ട അടിപൊളിയാന്ന് കേട്ടെ. അന്നേരം ഫോട്ടോ എടുത്തരാന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഓരോരോ മൂലൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് മാനേജർ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തന്നെ കേട്ടോ. ഇത് അവർ പുതുതായിട്ട് പണിയുന്ന ഹോം സ്റ്റേ ആണ്. എല്ലാം നേച്ചർ ഫ്രണ്ട്ലി ആണ്. പനിയോലയൊക്കെയാണ് മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആയിട്ട് തോന്നി. നല്ല തണുപ്പും നല്ല വൈബും കേട്ടോ. ആ കാണുന്ന ഷിപ്പ് പുറമേ നിന്നൊരു ഷിപ്പാണെങ്കിലും അകത്തൊരു പാർട്ടി ഹാളാണ്. ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് പോയി കാണാം കേട്ടോ. ഇതൊരു ചെറിയൊരു പ്ലേ സ്റ്റേഷനാണ് വിത്ത് എ ഫിഷ് സ്പാ. സേഫ്റ്റി എല്ലാം ഉണ്ട്, പേടിക്കണ്ട. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. അതിനിടയ്ക്ക് അവിടെ കുറെ മീനൊക്കെ കാണിച്ചു തന്നിട്ട്, ഗോൾഡൻ ഫിഷസ് ഒക്കെ. അവിടെ നല്ല വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. കളർ മാറി മാറി വരും. ഇതേ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ്. ഇവിടെയും കളർ ഇങ്ങനെ മാറി മാറി വരും. അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുത്തു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത് കാണാനായിട്ട്. നടന്നൊക്കെ ക്ഷീണിച്ചല്ലോ. പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ അങ്ങ് കഴിച്ചു. ഇത് എൻട്രൻസ് ഏരിയ ആണ്. ഒട്ടകവും മരുഭൂമിയൊക്കെ ആയിട്ട് രാത്രിയാണ് കാണാൻ നല്ല ഭംഗി. നമ്മൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് അവർ പാർട്ടി ഹാളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. നേരത്തെ കസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഇവിടെ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചത് കേട്ടോ. ഇതാണ് ഒരു പാർട്ടി ഹാള്. അത്യാവശ്യം ബർത്ത്ഡേയും എൻഗേജ്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി പാർട്ടി ഹാളാണ് കേട്ടോ. നേരത്തെ അവിടെ ഒരു ഷിപ്പ് കണ്ടില്ലേ, അതിന്റെ അകം കാണണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് അകം കാണിച്ചു തന്നു. എക്സാക്ട്ലി അതൊരു ബാങ്കറ്റ് ഹാളാണ്. ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു പാർട്ടി ഹാള്. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. നമ്മൾ ഒത്തിരി പേരുണ്ടല്ലോ, അതുകൊണ്ട് അവരതിനുള്ള ടേബിൾ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി. എൻ്റെ കസിൻസ് ഒക്കെ വന്നു. അവർക്കൊക്കെ പകൽ ജോലി ഉണ്ടായിരുന്നു, വർക്ക് ഫ്രം ഹോം. ഇതാണ്ട് കണ്ണേട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി മെനു ഉണ്ടല്ലോ, ഏതാണ് എന്താണെന്ന് ഒന്നും അറിയാതെ എന്തൊക്കെയൊക്കെയോ അങ്ങോട്ടങ്ങ് ഓർഡർ ചെയ്ത്. എന്തൊക്കെയാണെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തു. അതിൽ പേരൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇത് മന്തി, അത് മാത്രമേ എനിക്കറിയാം. റോസ്മേരി തവ ചിക്കൻ, ഇറ്റാലിയൻ ഡിഷ്. ഒരുപാട് കാലത്തിന് ശേഷം കസിൻസ് ഒക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ പോയിരിക്കാൻ പറ്റിയ അടിപൊളി അറ്റ്മോസ്ഫിയർ.